യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് തലസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് എന്തിനാണ് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. MLA-മാരാകുന്നതിന് മുമ്പ് തന്നെ പാർട്ടി പദവികൾ ഉപയോഗിച്ച് വലിയ പണക്കാരാവുക, പണം വാരിക്കൂട്ടുക, സുഖലോലുപമായിട്ടുള്ള ജീവിതം നയിക്കുക, ഇതൊക്കെയാണ് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും യുവജന വിഭാഗങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം സമ്പാദിച്ച സ്വത്ത്, അദ്ദേഹത്തിൻ്റെ ധനവിനിയോഗങ്ങൾ, ഇതൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ പണമുണ്ടായാൽ എന്തും ചെയ്യാമെന്നുള്ള ഒരു ധിക്കാര മനോഭാവം പല യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് നേതാക്കളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിനെയും മറികടക്കാൻ ഞങ്ങൾക്കാകും. അതിന് ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട്. പണമാണ് എല്ലാറ്റിൻ്റെയും നിദാനം. പണം കൊടുത്ത് ഒതുക്കുക, പണം കൊടുത്ത് വശത്താക്കുക, ഇതിനെല്ലാമുള്ള പണം ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഓരോ പാർട്ടികളും ഫണ്ട് പിരിക്കുമ്പോൾ ആ ഫണ്ട് സ്വന്തം താല്പര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് പണമുണ്ടാക്കാനുള്ള വഴികളായിട്ട് അവയെ മാറ്റുന്നു. യൂത്ത് കോൺഗ്രസ് വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പിരിച്ച പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം കൊഴുക്കുകയാണ്. യൂത്ത് ലീഗ് ഓരോ പിരിവുകൾ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുമ്പോഴും ആ പിരിവ് കഴിയുമ്പോഴേക്ക് യാതൊരു കയ്യും കണക്കും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, യൂത്ത് ലീഗിൻ്റെ പല നേതാക്കൾക്കും പല സ്ഥലങ്ങളിലും പുതിയ പുതിയ കച്ചവട സംരംഭങ്ങൾ ഉയർന്നു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.